രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയിൽ പങ്കെടുക്കുന്നതിൽ ചൊല്ലി KPCCയിൽ തർക്കം രൂക്ഷം. കോൺഗ്രസ് പങ്കെടുക്കരുതെന്ന് VM സുധീരൻ അഭിപ്രായപ്പെട്ടു. സുധീരനെ എതിർത്ത് ശശി തരൂർ MP രംഗത്തെത്തി. കോൺഗ്രസിൽ ഹൈന്ദവ വിശ്വാസികളുണ്ടെന്ന് ശശി തരൂർ തുറന്നടിച്ചു. അതേസമയം യോഗത്തിൽ ആരും അയോധ്യ വിഷയം ഉന്നയിച്ചില്ലെന്നും പങ്കെടുക്കുന്ന കാര്യം AICC തീരുമാനിക്കുമെന്നും AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി പറഞ്ഞു. അതേസമയം VM സുധീരനെതിരെ സുധാകരനും രംഗത്തെത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി ചന്തു ചന്ദ്രശേഖർ ചേരുന്നുണ്ട്. കോൺഗ്രസിൽ ഈ അയോധ്യ വിഷയത്തെ തുടർന്ന് ഭിന്നത രൂക്ഷമായി തുടരുകയാണ്. ഓരോ നേതാക്കളും അവരുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു. ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചിരുന്നു പരസ്യ പ്രതികരണങ്ങൾ പാടില്ല എന്ന്. എന്നിട്ടും ശശി തരൂർ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. ഹൈന്ദവ വിശ്വാസികൾ ഉണ്ടെന്ന് ശശി തരൂർ പറയുന്നു. മഞ്ജുഷ, അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് AICCയിൽ നിൽക്കുന്ന ഭിന്നത തന്നെയാണ് സംസ്ഥാനത്തും ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഇന്ന് KPCC വിശാല എക്സിക്യൂട്ടീവ് ചേരുകയുണ്ടായി. കേരളത്തിൽ പുതുതായി ചുമതല ഏറ്റെടുത്ത AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുടെ അധ്യക്ഷതയിലാണ് ഇന്ന് ഈ KPCC എക്സിക്യൂട്ടീവ് ചേർന്നത്. ഈ എക്സിക്യൂട്ടീവിൽ VM സുധീരൻ 2017 ശേഷമാണ് അദ്ദേഹം ഇന്നത്തെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്. 2017 പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതിന് ശേഷം KPCCയുടെ ഒരു പരിപാടികളിലും അദ്ദേഹം പങ്കെടുക്കുന്നില്ല. കൂടാതെ നേതൃത്വത്തിനെതിരെ വലിയ വിമർശനവും അദ്ദേഹം നേരത്തെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് അദ്ദേഹം ഇന്ന് ഈ പുതുതായി ചുമതല ഏറ്റ സാഹചര്യത്തിൽ ദീപാദാസ് മുൻഷി ചുമതല ഏറ്റെടുത്ത സാഹചര്യത്തിൽ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുകയും ഈ യോഗത്തിലാണ് ഈ നേതാക്കൾ ഈ കോൺഗ്രസ് പ്രധാനമായും പങ്കെടുക്കരുത് എന്നൊരു അഭിപ്രായം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തത്. പക്ഷേ ശശി തരൂർ VM സുധീരന്റെ വിമർശനത്തെ അല്ലെങ്കിൽ ആ അഭിപ്രായത്തെ തള്ളി. കോൺഗ്രസിലും ഹിന്ദുക്കളുണ്ട്, അതുകൊണ്ട് അയോധ്യയുടെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുക്കുന്നതിൽ തെറ്റില്ല എന്ന അഭിപ്രായമാണ് ശശി തരൂർ മുന്നോട്ട് വെച്ചത്. പക്ഷേ ഇതിനുശേഷം ഇത്തരത്തിൽ ചർച്ച ഈ എക്സിക്യൂട്ടീവ് യോഗത്തിൽ നടന്നെങ്കിലും അതിനുശേഷം ദീപാദാസ് മുൻഷി അല്പസമയം മുൻപ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഈ ഇത്തരത്തിലൊരു ചർച്ച VM സുധീരൻ നടത്തിയിട്ടില്ല, അല്ലെങ്കിൽ VM സുധീരൻ ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും ഈ യോഗത്തിൽ ഉയർത്തിയിട്ടില്ല എന്ന ഒരു കാര്യമാണ് പറഞ്ഞത്. ഇതിനെക്കുറിച്ച് കൂടുതൽ പ്രതികരിക്കാനില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിൽ പ്രാണപ്രതിഷ്ഠയിൽ പങ്കെടുക്കണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്നത് AICC ആണ്. AICC ആ തീരുമാനം ഉടൻ തന്നെ ഉണ്ടാകും. ഇതിൽ കാലതാമസം, ഒരു തീരുമാനം എടുക്കുന്നതിൽ AICCക്ക് കാലതാമസം ഉണ്ടായിട്ടില്ല. മറ്റ് കാര്യങ്ങൾ ചർച്ചയായതുകൊണ്ട് കുറച്ച് മാറ്റിവെക്കുന്നു എന്നത് മാത്രമാണ് വ്യക്തമാക്കിയത്. കൂടാതെ VM സുധീരൻ ഇന്ന് സംസ്ഥാന നേതാക്കൾക്കെതിരെയും അല്ലെങ്കിൽ ഗ്രൂപ്പുകൾക്കെതിരെയും ഒക്കെ വലിയ വിമർശനം ഇന്നത്തെ യോഗത്തിൽ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അത്തരം കാര്യങ്ങളും VM സുധീരൻ ഉന്നയിച്ചിട്ടില്ല എന്ന കാര്യമാണ് ദീപാദാസ് മുൻഷി പറഞ്ഞത്. പക്ഷേ ഇതിനെതിരെ K സുധാകരൻ രൂക്ഷമായ ഭാഷയിൽ തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. VM സുധീരൻ പെട്ടെന്ന് ഒരു യോഗത്തിൽ കയറി വന്നതാണ്. 2017 ശേഷം പങ്കെടുക്കാത്ത ആളാണ്. പെട്ടെന്ന് കയറി വന്നതിന് ശേഷമാണ് ഇത്തരത്തിൽ വിമർശനങ്ങൾ നടത്തിയതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടില്ല എങ്കിലും ഈ നേരത്തെ പാർട്ടി വിട്ടു എന്ന് താൻ വീട്ടിൽ പോയി ഈ VM സുധീരനെ കണ്ടപ്പോൾ വ്യക്തമാക്കിയ ആളാണ്. ഇന്ന് പെട്ടെന്ന് ഈ യോഗത്തിൽ കയറി വന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാനില്ലെന്നും അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്നും പറഞ്ഞ് കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ K സുധാകരൻ ഈ ഒരു വിഷയം അവസാനിപ്പിക്കുകയാണ്. എന്തായാലും അയോധ്യ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് AICC നിൽക്കുന്നത് പോലെ തന്നെ സമാനമായ ഭിന്നത സംസ്ഥാന PCCകളിലും വരും ദിവസങ്ങളിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിന്റെ ഒരു തുടക്കം തന്നെയാണ് ഇന്ന് ചേർന്ന ഈ വിശാല എക്സിക്യൂട്ടീവിൽ ഈ അയോധ്യ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് VM സുധീരൻ ഈ വിഷയം ഉയർത്തുകയും അതിനെതിരെ ശശി തരൂർ തന്നെ രംഗത്ത് വരികയും ചെയ്തു. മഞ്ജുഷ്, ശരി, വ്യക്തമാണ്. KPCCയിൽ അയോധ്യ വിഷയത്തിൽ ഭിന്നത തുടരുകയാണ്. രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയിൽ പങ്കെടുക്കുന്നതിൽ ചൊല്ലി KPCCയിൽ ഭിന്നത തുടരുന്നു. തർക്കം രൂക്ഷമായിരിക്കുകയാണ്. കോൺഗ്രസ് പങ്കെടുക്കരുതെന്ന് VM സുധീരൻ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. സുധീരനെ എതിർത്ത് ശശി തരൂർ രംഗത്തെത്തിയിരിക്കുന്നു. കോൺഗ്രസിൽ ഹൈന്ദവ വിശ്വാസികൾ ഉണ്ടെന്ന് ശശി തരൂർ തുറന്നടിച്ചിരിക്കുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ചന്തു ചന്ദ്രശേഖർ.